ഇന്നലെ വലിയ വിവാദമായ ഒരു തർക്കം തിരുവനന്തപുരത്ത് മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ഡ്രൈവറോട് തർക്കിച്ച വിഷയമാണ്. അതിൽ ഡ്രൈവറെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുന്നു. ഡ്രൈവർ യദുവിനോട് ഇന്ന് ജോലിക്ക് ഹാജരാകേണ്ട എന്ന് നിർദ്ദേശിച്ചു. ഒപ്പം DTOയുടെ മുന്നിൽ ഹാജരാകാനും അറിയിച്ചിട്ടുണ്ട്. കെ സ്റ്റെഫിൻ വിവരങ്ങളുമായി. ദിവിഷ്, ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആര്യ രാജേന്ദ്രൻ മേയർ പരാതി ഈ ഡ്രൈവർക്കെതിരെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനമായും ഈ ഡ്രൈവർ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഇവർക്കെതിരെ ട്രിപ്പ് മുടക്കിയതിനടക്കം പരാതി നൽകിയിരുന്നു. അത് പരാതി സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കുറ്റാരോപിതനായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇദ്ദേഹം താൽക്കാലിക ജീവനക്കാരൻ കൂടിയാണ്. ഇദ്ദേഹത്തെ ഇപ്പോൾ ഇത്ത ദിവസം ജോലിക്ക് കയറേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോൾ KSRTCയിൽ നിന്ന് ഡ്രൈവർ യദുവിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. ഇദ്ദേഹം DTOയ്ക്ക് മുന്നിൽ ഹാജരാകണം എന്നുള്ള നിർദ്ദേശവും കൂടി നൽകിയിട്ടുണ്ട്. അതേസമയം ഇന്ന് കന്റോൺമെന്റ് പോലീസ് മേയർ ആര്യ രാജേന്ദ്രന്റെ മൊഴിയെടുക്കും. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മൊഴിയെടുക്കും. അതിനുശേഷമായിരിക്കും തുടർന്നുള്ള അന്വേഷണത്തിലേക്ക് കടക്കുക. ഇപ്പോൾ ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആര് പറയുന്നതാണ് യഥാർത്ഥത്തിൽ ഒരു ശരി എന്ന രീതിയിലേക്ക് പോലീസിന് ഒരു നിഗമനത്തിലേക്ക് എത്താൻ പോലീസ് അന്വേഷണത്തിൽ കഴിഞ്ഞിട്ടില്ല. എന്തായാലും വിശദമായി ഇവരുടെ മൊഴിയെടുത്ത ശേഷം യാത്രക്കാരുടെയൊക്കെ മൊഴി എടുക്കുക എന്തെങ്കിലും ഉണ്ടായോ? അവർക്ക് കുറച്ചുകൂടി അറിയാമായിരിക്കുമല്ലോ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ. അങ്ങനെ വിവിധ വശങ്ങൾ പരിശോധിച്ച് വിവിധ ആളുകളുമായൊക്കെ സംസാരിച്ച ശേഷമായിരിക്കും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലേക്ക് എത്തുക. ഇപ്പോൾ ഏതായാലും ഒരു കേസ് മാത്രമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇദ്ദേഹവും ഈ ട്രിപ്പ് അടക്കം മുടക്കിയതിന് കേസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ പോലീസിൻ്റെ ഒരു വാദം എന്നുള്ളത് ട്രിപ്പ് മുടക്കിയത് മേയറാണ്, അല്ലെങ്കിൽ ഈ വണ്ടി തടഞ്ഞത് അവരാണ് എന്ന് ഒരു നിഗമനത്തിലേക്ക് എത്താൻ ഇതുവരെ അത് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്ന് വിശദമായി എല്ലാവരുടെയും മൊഴിയെടുത്ത ശേഷം തുടർന്നുള്ള അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെ പോലീസുമായി കൂടി ബന്ധപ്പെട്ടായിരിക്കും ഒരു പക്ഷേ ഈ KSRTCയിൽ ഈ ജീവനക്കാരനെ ഇന്നത്തേന് മാറ്റി നിർത്തിയത്. DTOയ്ക്ക് മുന്നിൽ ഹാജരായി മറ്റ് തുടർ നടപടികൾ. കൂടുതൽ ദൃശ്യങ്ങൾ, ആളുകളുടെ മൊഴി ഇതൊക്കെ എടുക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് മനസ്സിലാവും. എന്തായാലും കാറ് വട്ടം കടക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കം നടക്കുന്നുണ്ട്. ശരിക്കും ആരുടെ ഭാഗത്തായിരുന്നു ന്യായം എന്നത് തിരിച്ചറിയാൻ കുറച്ച് സമയമെടുക്കും. പക്ഷേ ഒരാളെ ബലിയാടാക്കുന്ന ഒരു സമീപനം ഉണ്ടാകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം.